Hello, welcome to Hi Kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് 6 ഡിഫറെൻറ്റ് ലഞ്ച് ബോക്സ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഓഫീസിൽ കൊടുത്തു വിടാൻ ഏറ്റവും നല്ല റെസിപ്പി ഐഡിയാസ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ത്രീയാണ്, ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും കൊണ്ടുപോകാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എല്ലാവരുടെയും പ്രോബ്ലം എന്താണ്, രാവിലെ ഒന്നിനും സമയമില്ല. എല്ലാ കുട്ടികൾക്ക് കൊടുക്കണം, ഹസ്ബൻഡിന് കൊടുക്കണം, നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകണം. സോ ഇതൊന്ന് ഇനി മുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം നിങ്ങൾ റൈറ്റ് വീഡിയോയിലാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയാമോ, ഓരോ ലഞ്ച് ബോക്സ് ഐഡിയ വെറും 20 മിനിറ്റ് പോലും വേണ്ടി 20 മിനിറ്റ്സിനുള്ളിൽ ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ടിപ്സും കൂടെ എഴുതുന്നത് എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ 20 മിനിറ്റ്, ചില റെസിപ്പീസൊക്കെ 10-12 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ്, എന്നാൽ അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളി ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ വീട്ടിൽ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഐദർ ബ്രെഡ്, പാസ്ത അല്ലെങ്കിൽ ചപ്പാത്തി ബേസ്ഡ് ആയിരിക്കും, പിറ്റേ ദിവസം ഞാൻ റൈസ് ബേസ്ഡ് ആയിരിക്കും. സോ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ 6 ദിവസത്തെ കാണിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും റൈസ് ബേസ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടംപോലെ റൈസിൻ്റെ ഐഡിയാസും തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോസ് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അത് ഞാൻ അടുത്തൊരു കമ്മിങ് വീക്സിൽ ഞാൻ ഡെഫിനറ്റ്ലി വീണ്ടും ഒരു 6 ഐഡിയാസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ അധികം വൈകാതെ തന്നെ ആ ഒരു എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ രാവിലെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ലഞ്ച് ബോക്സ് ഐഡിയ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാനൊരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത്. തലേദിവസം തന്നെ ഞാനൊരു അല്പം എണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകിടുക. ആ കടുക് പൊട്ടി തുടങ്ങുമ്പം 2 ഉണക്കമുളകും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കീറിയതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഒരു തുള്ളി അസിഫിറ്റേഡ്, അതൊരു തുള്ളി ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. എന്നിട്ട് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം സോട്ട് ചെയ്യുക, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. കാരണം ഈ പൊടികളൊന്നും കരിയാൻ പാടില്ല, എന്നാൽ ഇതിൻ്റെ പച്ചമണം പോവുകയും ചെയ്യണം. പക്ഷേ നമ്മൾ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയും ആ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ക്രിസ്പി ആയി കിട്ടും. നമ്മൾ മിക്സ്ചറൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഒരു ക്രിസ്പി ആയിട്ടില്ലേ, അതുമാതിരി ആക്കി കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളം അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ 1 കപ്പ് പച്ചക്കപ്പിലാണ്ട് പീനട്ട്സ് ആണ്, പച്ചയായിട്ടുള്ളത്, അതായത് റോസ്റ്റ് ചെയ്യാത്തത്. അത് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 കപ്പ് പൊരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പൊരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സോട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഫ്യൂ മിനിറ്റ്സും കൂടെ സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് അത്യാവശ്യം മാറിക്കഴിയുമ്പം നല്ല മുരിമുരിന്ന് ഇരിക്കേണ്ടത്, അപ്പം വളരെ ടേസ്റ്റിയുമാണ്. അപ്പം അത്യാവശ്യം ചൂടെല്ലാം ആറിക്കഴിയുമ്പോൾ നമുക്കൊരു കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഒരാഴ്ചയോളം പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജ് വെച്ച് അത്ര ശരിയാവില്ല, കാരണം തണുത്ത് പോവും. അപ്പോൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരാഴ്ചയോളം വെക്കും. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരാഴ്ചത്തേക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ട്, അത് ഹസ്ബൻഡ് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് സ്നാക്സ് പോലെ കഴിക്കാം. സോ ഇത് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആലു പൊറോട്ട തലേ ദിവസം രാത്രി തന്നെ അതിനുള്ള റെഡിയാക്കാറുണ്ട്. സാധാരണ ഞാൻ കുറച്ച് പൊട്ടേറ്റോ പുഴുങ്ങുക, അതിൻ്റെ കൂടെ ഞാനൊരു അല്പം ഗരം മസാല, ഒരു അല്പം ജീരകം പൊടിച്ചത്, കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഉപ്പ്, വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം, വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കും. ഉപ്പും എല്ലാം ചേർത്ത് കുഴച്ച് വെച്ചതിന് ശേഷം ചപ്പാത്തി മാവ് ഞാൻ കുഴച്ച് വയ്ക്കാം. രാത്രി എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഈ ഒരു പൊട്ടറ്റോ മിക്സ് ഓരോ ഉണ്ടയാക്കിയിട്ട് ഇതുപോലെ അകത്ത് വെച്ച് ഇതുപോലെ റാപ്പ് ചെയ്തൊരു ഉണ്ടയാക്കി വീണ്ടും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചുടനേന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് പുറത്ത് വയ്ക്കുക. അതിന് ശേഷം ഒരല്പം ആട്ട ഉപയോഗിച്ച് ഇട്ട് അത് നമ്മൾ സാധാരണ ചപ്പാത്തി എല്ലാം പരത്തുന്ന പോലെ തന്നെ നമ്മൾ പരത്തി എടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ തലേ ദിവസം ഞാൻ ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കി ഉണ്ടയാക്കി ഞാൻ വെക്കും. രാവിലെ ജസ്റ്റ് നമുക്ക് ചപ്പാത്തി പരത്തി എടുത്ത് ചുടുന്ന ആ ഒരു
മാംസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു കുറച്ച് ഫ്രൂട്ട്സും വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വാട്ടർമെലനാണ് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് അതും വെക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ ലഞ്ച് ബോക്സ് ഐഡിയ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സ്ചർ എന്നൊക്കെ, ഒരു അത്യാവശ്യം മിക്സ്ചർ പോലത്തെ ഒരു സംഭവം, പിന്നെ ഒരു ബൗൾ ഫ്രൂട്ട്സും, പിന്നെ 2 ആലു പൊറോട്ടയും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ലഞ്ച് ബോക്സ് ഐഡിയ. അപ്പോൾ ആദ്യം നമുക്ക് ജീര റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി കഴിയുമ്പം 2 ഗ്രാമ്പു, 1 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, പട്ട പൊടിച്ചത് ഒരല്പം, പട്ട പൊടിച്ചത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയ കഷ്ണം പട്ട ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതിയാവും. എന്നിട്ടൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം പച്ചമുളക് ആഡ് ചെയ്യാം. എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതും കൂടെ ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ തലേ ദിവസം വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസിൻ്റെ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് സോട്ട് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പോരെങ്കിൽ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്യൂ സെക്കൻഡ്സ് വീണ്ടും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെറും 5-6 മിനിറ്റോട് രാവിലെ തന്നെ നമുക്ക് ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കടല മെഴുക്കുവരട്ടി വെക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തലേ ദിവസം 5-6 മണിക്കൂർ കടല ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുവാണ്. തലേ ദിവസം ഉപ്പിട്ട് ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലയാണ്. അത് രാവിലെയാണ് ഞാൻ മസാല എല്ലാം കൂട്ടി ഞാൻ കടല മെഴുക്കുവരട്ടി ആക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ കടല മെഴുക്കുവരട്ടിയുടെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ രാവിലെ വെറും 15-16 മിനിറ്റിനുള്ളിൽ അന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 4-5 സ്ട്രോബെറിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ലഞ്ച് ബോക്സ് ഐഡിയ. അപ്പോൾ ആദ്യം നമുക്ക് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാം. കൊത്തു പൊറോട്ട എന്നൊക്കെ പറയണോണം തന്നെയാണ് കൊത്തു ചപ്പാത്തി. അപ്പം ആദ്യം ഒരു പാനിൽ അല്പം എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുക. അങ്ങനെ കടുക് പൊട്ടിത്തുടങ്ങുമ്പം 2 ഉണക്കമുളക് ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആവശ്യം പോലെ ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറിയതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു പച്ചമുളകും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ളു ജീരകം കൂടെ ചേർക്കാം. അപ്പം നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ്ഡ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്യുക. അതായത് ആ സവോള ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണോ വരെ സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ, അതായത് 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കും. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയൊരു കഷ്ണം ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തക്കാളിയുടെ ഒരു 1/2 ഭാഗം മതിയാകും, അത്രയും മതി, ഒരുപാട് വേണ്ട. അപ്പം അത് ചേർത്തും കൂടെ, ആ ഫുട്ടേജ് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ അതും കൂടെ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാനിവിടെ റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ എനിക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ കൊത്തു ചപ്പാത്തി ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. സോ അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചിടുവാണ്. എന്നിട്ട് ഈ കോഴിമുട്ട ഇങ്ങനെ കുക്കാവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, അപ്പം തന്നെ ചപ്പാത്തി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് ആവശ്യം പോലെ ആഡ് ചെയ്തതിന് ശേഷം ഇതിനോട് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട വേവുകയും ചെയ്യണം, ഇതിൻ്റെ കൂടെ, അതായത് ചപ്പാത്തിയുടെ കൂടെ വേണം അത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചപ്പാത്തി കുറച്ചുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ലൊരു ഫ്ലേവർ ആ എഗ്ഗിൽ നിന്ന്, അതായത് മുട്ടയിൽ നിന്ന് വരുന്നൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് നമ്മളുടെ ഡിഷിൽ കിട്ടും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രി ചപ്പാത്തിയാണ് എൻ്റെ ഡിന്നർ എങ്കിൽ ഒരു 3-4 ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചപ്പാത്തി പരത്താനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം രാത്രി ചപ്പാത്തി ആണെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്ത ബീഫ്, കുക്ക് ചെയ്ത ചിക്കനും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ
ഞാനിന്ന് ഇത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കൊത്തു ചപ്പാത്തിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ചും കൂടെ വേറൊരു രീതിയിലുള്ളത് ഞാൻ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനായിട്ട്, വളരെ എളുപ്പമല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കിവിയും കുറച്ച് പീച്ചും വെച്ചിട്ടുണ്ട്. സോ ഇതാണ് തേർഡ് ലഞ്ച് ബോക്സ് ഐഡിയ. ഇതാണ് നമ്മുടെ 4ാമത്തെ ലഞ്ച് ബോക്സ് ഐഡിയ. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഈസി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു പാനിൽ അല്പം എണ്ണ ഒഴിക്കുക. ആ എണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് സവോള ചെറുതായിരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ എരിവിന് അതും ആഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് ബീൻസ്, ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഓണിയൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക, അല്പം ഉപ്പും കൂടെ ചേർത്ത്. അതിനുശേഷം ഞാൻ കുറച്ച് സോസേജും കൂടി ഇടുന്നുണ്ട്. ചെറുതായിട്ട് വേണമെങ്കിൽ എണ്ണയിൽ വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം, എല്ലാണ്ട് ഇടുവാണെങ്കിൽ സോസേജ് കുക്ക്ഡ് ഒന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് റൈസ്. ഇതും ഞാൻ തലേ ദിവസം രാത്രി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. അപ്പോൾ രാവിലെ വേവിക്കാനുള്ള ടൈമൊന്നും പോണില്ലല്ലോ. അപ്പോൾ ആ റൈസും കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സോയ സോസ് ഒക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ അതൊന്നും ആഡ് ചെയ്യാറില്ല. ബിക്കോസ് അത് ആഡ് ചെയ്യാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെ 15 മിനിറ്റ് പോലും വേണ്ട ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബ്ലൂബെറീസും കുറച്ച് ഓറഞ്ചുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ ഇതാണ് ലഞ്ച് ബോക്സ് ഐഡിയ നമ്പർ 4. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഐഡിയ നമ്പർ 5. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾ ചപ്പാത്തി റോൾ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ തലേദിവസം രാത്രി കുഴച്ച് വെച്ച ചപ്പാത്തി ചിലപ്പോൾ തലേദിവസം ഞാൻ കുക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ രാവിലെ ഞാൻ ചുട്ടെടുത്ത ചപ്പാത്തിയിലോട്ട് ഒരു ലെയർ ലെറ്റസ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ലെറ്റസ്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കടല, അതായത് തലേ ദിവസം ഞാൻ വേവിച്ച് വെച്ച കടലയാണ്. അപ്പോൾ ആ കടല രാവിലെ അതിൻ്റെ കൂടെ ഒരു അല്പം തക്കാളി, ഒരു അല്പം സവോള, കുറച്ച് ചാട്ട് മസാല, കുറച്ച് ഉപ്പ്, ഒരു തുള്ളി മുളക്, പച്ചമുളക്, ഇത്രയും കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും മിക്സിയിൽ, ഇച്ചിരി വെളുത്തുള്ളി ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഈ മിക്സ്. അത് ആ കടല ഇട്ടു. അതിൻ്റെ കൂടെ ഞാനൊരു സോസ് ഇടണം. ഇതൊരു 1000 ഐലൻഡ് സോസ് ഉണ്ട്, അതാണ് ആഡ് ചെയ്യുന്നത്. അത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ്, കെച്ചപ്പ് ഇടാം, അല്ലെങ്കിൽ മേയോ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാലഡിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലോട്ട് ഞാൻ കുറച്ച് ക്യുക്കുംബർ ചെറുതായിരിഞ്ഞത്, സെലറി, കുക്ക് ചെയ്ത കുറച്ച് സോസേജ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മാംഗോ കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയ മാംഗോ, പിന്നെ കുറച്ച് യോഗേർട്ടും ഒരു അല്പം മയനീസൊന്നും ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇന്ന് ഞാനിവിടെ ഗ്രീക്ക് യോഗേർട്ട് യൂസ് ചെയ്തേക്കുന്നത്, അതാണ് ഏറ്റവും ഹെൽത്തി. സാധാ യോഗേർട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉപ്പും ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത വാൾനട്ട്സ് ചേർക്കാം. അത് നല്ലൊരു ടേസ്റ്റാണ്, നമുക്ക് നല്ല ഹെൽത്തിയുമാണ്. സോ ഈ ഒരു സാലഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റ് എല്ലാം വരുമ്പം ഇത് ഒന്ന് ജസ്റ്റ് നോക്കുക. കാരണം യോഗേർട്ടും മയോണീസും സോസേജും പിന്നെ ആ മാംഗോയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഗസ്റ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഐഡിയ നമ്പർ 5. ഈ വെജിറ്റബിൾ ചപ്പാത്തി റോളും ഇതിൻ്റെ കൂടെ ഈ സോസേജ് ആൻഡ് മാംഗോ സാലഡും. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഐഡിയ നമ്പർ 6. അപ്പോൾ ഇതിൻ്റെ ഫൂട്ടേജ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ചെയ്ത ജീര റൈസ് തന്നെയാണ് ഇത്. തലേദിവസം ഞാൻ ചോറെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ പെട്ടെന്ന് നമുക്ക് 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ജീര റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായമെഴുക്കുവരട്ടിയും പിന്നെ കുറച്ച് മാങ്ങാച്ചാറും കൂടി ഇട്ടേക്കുന്നത്. അപ്പോൾ കായമെഴുക്കുവരട്ടിയുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. പ്രത്യേകിച്ച് നല്ല വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ തലേ ദിവസം ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്ത് ഞാൻ തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് രാവിലെയാണ് ഞാനത് മെഴുക്കുരട്ടിയാക്കാറ്. സാധാരണ പോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ക്രഷ് ചെയ്ത മുളകാണ് ഞാൻ യൂസ് ചെയ്യാറ്, അതായത് ക്രഷ് ചെയ്ത ഉണക്കമുളക്, അതും പിന്നെ കുറച്ച് ചുവന്നുള്ളി ധാരാളം ഇടുക, കുറേ കറിവേപ്പില ഇടുക. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇനി ഈ ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ് ഈ ജീര റൈസിൻ്റെ കൂടെ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഷ് ചെറീസും വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ഈ മറ്റേ ഹാർഡായിട്ടുള്ള ചെറിയല്ല, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സോഫ്റ്റ് ചെറീസ് നമുക്കിവിടെ കിട്ടും വാങ്ങിക്കാനായിട്ട്. സോ അത് നല്ല ടേസ്റ്റിയുമാണ്, നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. സോ ഇതാണ് എൻ്റെ 6th ലഞ്ച് ബോക്സ് ഐഡിയ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ടോട്ടലി ഫ്രീ ആണ്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കണും കൂടി ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇതുപോലത്തെ വളരെ നല്ല റെസിപ്പീസും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.